ഫ്രീലാൻസിംഗ് ഈ വാക്ക് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലെന്താ വരുന്നത്? സ്വന്തം ഇഷ്ടത്തിന് എവിടെ നിന്നും ജോലി ചെയ്ത് ഒരുപാട് പണമുണ്ടാക്കുന്ന ഒരാളെയാണോ? ആ ചിത്രത്തിൽ കുറച്ച് സത്യമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ അതിനപ്പുറം നമ്മൾ അറിയേണ്ട ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. അപ്പോൾ ഫ്രീലാൻസിങ്ങിനെ എങ്ങനൊരു യഥാർത്ഥ കരിയറാക്കി മാറ്റാം, അതിൽ വിജയിക്കാൻ എന്തൊക്കെ വേണം, നമുക്ക് നോക്കാം. അതെ, ഇതാണ് നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നൊരു ചിത്രം, അല്ലേ? ഒരു ലാപ്ടോപ്പും വെച്ച് കടൽ തീരത്തിരുന്ന് ജോലി ചെയ്യുന്നൊരാൾ. എന്തൊരു ലൈഫ്! ഒരുപക്ഷെ ചിലർക്കൊക്കെ ഇത് സാധിക്കുന്നുണ്ടാവാം. പക്ഷേ ഈ കാണുന്ന ചിത്രത്തിനപ്പുറമാണ് ഫ്രീലാൻസിങ്ങിന്റെ യഥാർത്ഥ ലോകം. സത്യം പറഞ്ഞാലേ ആ റൊമാൻറ്റിക് ചിത്രത്തിനപ്പുറമുള്ള യാഥാർത്ഥ്യം ഇതാണ്. ഫ്രീലാൻസിംഗ് എന്ന് പറയുന്നത് ഒരു ജോലി മാത്രമല്ല, അത് ശരിക്കും ഒരു ബിസിനസ്സാണ്. നിങ്ങൾ തന്നെയാണ് അതിന്റെ ബോസ്, നിങ്ങൾ തന്നെയാണ് അവിടുത്തെ ജോലിക്കാരനും. അപ്പോൾ എന്താണ് ഈ ഫ്രീലാൻസിങ്ങിന്റെ യഥാർത്ഥ മുഖം? നമുക്കതിന്റെ ഉള്ളിലേക്ക് കുറച്ചുകൂടി ആഴത്തിലൊന്ന് ഇറങ്ങിച്ചെല്ലാം. ഇതാണ് ഫ്രീലാൻസിങ്ങിലെ ഏറ്റവും വലിയ സത്യവും ഏറ്റവും വലിയ വെല്ലുവിളിയും. നിങ്ങൾ ഒരേ സമയം ഒരു ബിസിനസ്സുകാരനും ഒരു ജോലിക്കാരനുമാണ്. അതായത് പുതിയ ക്ലയന്റുകളെ കണ്ടുപിടിക്കുന്നത് മുതൽ അവർക്ക് വേണ്ട ജോലി കൃത്യസമയത്ത് ചെയ്തു തീർക്കുന്നതുവരെ എല്ലാ റോളുകളും നിങ്ങൾ തന്നെ ഒറ്റയ്ക്ക് ചെയ്യണം. ഒരു ഫ്രീലാൻസർ എന്ന നിലയിൽ വിജയിക്കാൻ നമുക്ക് പ്രധാനമായും 2 തരം കഴിവുകൾ വേണം. പലപ്പോഴും ആളുകൾ ഇതിൽ ഒന്നിനു മാത്രം പ്രാധാന്യം കൊടുക്കും. അവിടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. വിജയത്തിന് ഈ 2 കഴിവുകളും ഒരുപോലെ പ്രധാനമാണ്. ആദ്യത്തേത് മാർക്കറ്റബിൾ സ്കിൽ, അതായത് നിങ്ങൾ ക്ലയന്റിനു വേണ്ടി ചെയ്യുന്ന ജോലി. ഡിസൈനിംഗ്, റൈറ്റിംഗ്, കോഡിംഗ്, അങ്ങനെ എന്തുമാകാം. രണ്ടാമത്തേത് ബിസിനസ് സ്കിൽ, അതായത് ആ ക്ലയന്റിനെ കണ്ടെത്താനും അവരുമായി സംസാരിച്ച് ഡീലുറപ്പിക്കാനും നമ്മുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള കഴിവ്. ശരി, അപ്പം നമുക്ക് ആദ്യം വിൽക്കാൻ കഴിയുന്ന ഈ മാർക്കറ്റബിൾ സ്കില്ലുകളെക്കുറിച്ച് സംസാരിക്കാം. ഏതുതരം ജോലികൾക്കാണ് ഇന്ന് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ്? നമുക്കൊന്ന് നോക്കിയാലോ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ചില സ്കില്ലുകളാണത്. കണ്ടന്റ് റൈറ്റിംഗ്, ഗ്രാഫിക് ഡിസൈനിംഗ്, വീഡിയോ എഡിറ്റിംഗ്. ഇതിലൊക്കെ മലയാളത്തിലും ഇംഗ്ലീഷിലും ധാരാളം അവസരങ്ങളുണ്ട്. ഒന്നാലോചിച്ച് നോക്കൂ, നമ്മുടെ നാട്ടിലെ യൂട്യൂബർമാർക്കും ഇൻഫ്ലുവൻസർമാർക്കും വരെ നല്ല വീഡിയോ എഡിറ്റർമാരെയും കോപ്പിറൈറ്റർമാരെയും ഒക്കെ ആവശ്യമുണ്ട്. പക്ഷേ ഇവിടെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. ഈ കാണുന്ന എല്ലാ സ്കില്ലുകളും പഠിക്കാൻ ഓടി നടക്കരുത്. പകരം നിങ്ങൾക്ക് ഏറ്റവും താൽപ്പര്യമുള്ള 1-2 എണ്ണം തിരഞ്ഞെടുക്കുക. എന്നിട്ട് അതിലൊരു എക്സ്പേർട്ട് ആവുക. എല്ലാം അറിയുന്ന ഒരാളാവുന്നതിനേക്കാൾ ഒരു കാര്യത്തിൽ സ്പെഷ്യലിസ്റ്റ് ആവുന്നതിനാണ് എപ്പോഴും വില കൂടുതൽ. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരാം. ഡിസൈനിങ്ങിലോ റൈറ്റിങ്ങിലോ നല്ലൊരു കഴിവ് മാത്രം ഉണ്ടായാൽ മതിയോ ഫ്രീലാൻസിങ്ങിൽ വിജയിക്കാൻ? ഉത്തരം പോരാ എന്ന് തന്നെയാണ്. കാരണം നമുക്ക് രണ്ടാമത്തെ വിഭാഗമായ ബിസിനസ് കഴിവുകൾ കൂടി അത്യാവശ്യമാണ്. സത്യം പറഞ്ഞാൽ പലരും ശ്രദ്ധിക്കാതെ പോകുന്നതും എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടതുമായൊരു ഭാഗമാണിത്. ഒരു ഫ്രീലാൻസറുടെ വിജയത്തിന് ഈ കഴിവുകൾ വളരെ നിർണായകമാണ്. ക്ലയന്റിന്റെ ആവശ്യം കൃത്യമായി മനസ്സിലാക്കാനുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ലിങ്ക്ഡിൻ പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ സ്വയം മാർക്കറ്റ് ചെയ്യാനുള്ള കഴിവ്, പിന്നെ നമ്മുടെ കഴിവിനും ജോലിക്കും അനുസരിച്ചുള്ള പണം ചോദിച്ചു വാങ്ങാനുള്ള ഒരു ധൈര്യം. അതോടൊപ്പം ആരും ഓർമ്മിപ്പിക്കാതെ തന്നെ ഡെഡ്ലൈൻ അനുസരിച്ച് ജോലി തീർക്കാനുള്ള കഴിവ്. ഇതിനെല്ലാത്തിനും മുകളിൽ ക്ഷമയും വേണം. ഓക്കെ, അപ്പോൾ ഈ 2 തരം സ്കില്ലുകളെക്കുറിച്ച് നമുക്കിപ്പോൾ ഒരു ഐഡിയ കിട്ടി. ഇനി എങ്ങനെയാണോ തുടക്കക്കാരന് ഈ യാത്ര തുടങ്ങാൻ പറ്റുക? പ്രാക്ടിക്കലായി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? തുടങ്ങാനായി ഈ 3 സ്റ്റെപ്പുകൾ നമുക്ക് ഫോളോ ചെയ്യാം. 1. നേരത്തെ പറഞ്ഞ ഏതെങ്കിലും ഒരു സ്കില്ലിൽ നല്ല കഴിവ് നേടുക. 2. ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കുക. പോർട്ട്ഫോളിയോ എന്ന് കേട്ട് പേടിക്കണ്ട. നിങ്ങൾ ചെയ്ത വർക്കുകൾ മറ്റുള്ളവരെ കാണിക്കാൻ ഒരിടം. അത്രയുള്ളൂ. ഒരു ഡിസൈനർക്ക് ബിഹൈൻഡ്സ് എന്ന സൈറ്റിലോ ഒരു റൈറ്റർക്ക് സ്വന്തം ബ്ലോഗിലോ ഇത് ചെയ്യാം. 3. അപ്വർക്ക്, ഫൈവർ പോലുള്ള ഫ്രീലാൻസിംഗ് പ്ലാറ്റ്ഫോമുകളെക്കുറിച്ച് പഠിക്കുക. ഇതെല്ലാം ചെയ്താലും ഇതിനെല്ലാം മുകളിൽ വേണ്ട ഒരു കാര്യമുണ്ട്. അതാണ് ഒരു ഫ്രീലാൻസറുടെ ഏറ്റവും വലിയ മുതൽക്കൂട്ടെന്ന് പറയുന്നത്: ക്ഷമ. ആദ്യത്തെ ഒരു ക്ലയന്റിനെ കിട്ടാൻ ചിലപ്പോൾ ദിവസങ്ങളോ ആഴ്ചകളോ പോരാ, മാസങ്ങൾ തന്നെ എടുത്തുനിന്നിരിക്കും. ആ സമയത്ത് തളർന്നു പോകാതെ നമ്മുടെ സ്കില്ലുകൾ മെച്ചപ്പെടുത്തി മുന്നോട്ടു പോകാനുള്ളൊരു മനക്കരുത്ത് വളരെ വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിൽ ഉറപ്പിക്കുക: ഫ്രീലാൻസിംഗ് എന്നു പറയുന്നത് ഒരു രാത്രി കൊണ്ട് കോടീശ്വരനാകാനുള്ളൊരു കുറുക്കുവഴിയല്ല. ഇതൊരു മാരത്തോൺ ഓട്ടം പോലെയാണ്, 100 മീറ്റർ ഓട്ടമല്ല. കൃത്യമായ സ്കില്ലും കഠിനാധ്വാനവും ക്ഷമയുമുണ്ടെങ്കിൽ മികച്ചൊരു വരുമാനം ഇതിലൂടെ തീർച്ചയായും നേടാൻ സാധിക്കും. അപ്പോൾ ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് ശരിയായ തയ്യാറെടുപ്പുകളോടെ നിങ്ങളുടെ സ്വന്തം ഫ്രീലാൻസ് യാത്ര തുടങ്ങാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങളുടെ കഴിവുകളെ ഒരു യഥാർത്ഥ വരുമാന മാർഗമാക്കി മാറ്റാൻ നിങ്ങൾ ഒരുക്കമാണോ? ഉത്തരം നിങ്ങളുടെ കയ്യിലാണ്.